കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വിശേഷമൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കി വിശേഷമാണ് ഞാൻ രേവതിയുടെ സച്ചിയുടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് ശ്രുതിയുടെയും വിവാഹമൊക്കെ അങ്ങനെ മംഗളകരമായി നടക്കുകയാണ്. അതിനുശേഷം അവര് ക്ഷേത്രത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കാറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ശ്രുതിക്ക് ആകെപ്പെടൊരു വെപ്രാളമാണ്. ഇങ്ങനെ ശ്രുതി അവിടെ ഇറങ്ങിയിട്ട് ചുറ്റുമൊക്കെ നോക്കുവാണ്. ഈ നോട്ടം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ, നീ ആരെയാലും നോക്കുന്നതാണെന്ന് ചോദിക്കേ. അതൊന്നുമില്ല അങ്കളെ, ഇത് പുതിയ സ്ഥലമൊക്കെ അല്ലേ, അതുകൊണ്ട് അവള് സ്ഥലമൊക്കെ ഒന്ന് നോക്കുന്ന, വീടൊക്കെ ഒന്ന് നോക്കുന്ന മീര ചാടിക്കേറി പറയാണ്. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അതെ അടുത്ത ദിവസം ആട്ടെ നമുക്ക് ഇവിടെ എല്ലാം കണ്ട് നിന്നെ കൊട്ടെ ചുറ്റിയാൻ കാണിക്കാട്ടോ, കുറെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അതെ കുറെ കടകളെല്ലാം ഉണ്ട്, കുറെ കടകളല്ല ഇവൻ കടം കൊടുക്കാനും കാണും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് ചിരി വന്നു. രേവതി ഒന്നും മിണ്ടിയില്ല. രവീന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചി, അവൻ എന്തേലും പറഞ്ഞ ഉടനെ അതിനെന്തേലും ഒരു മറുപടി ആയിട്ട് ഇങ്ങോട്ട് വന്നേക്കുമെന്ന് പറയാം. അല്ലച്ചാ എത്തിയില്ലേ, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയാം. ആഹാ, അതെന്ത് പോക്കാ നീ പോണേ, ഇവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനിപ്പോ എന്റെ ആവശ്യം എന്താ, ഞാൻ ഇവിടെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ശ്രുതിയുടെ അല്ലേ വിവാഹം കഴിഞ്ഞേ, അവനെ ശ്രുതിയും കൂടെ അകത്തേക്ക് കയറിക്കോളും, അതിനിപ്പോ ഞാനല്ലോ കയറണ്ടേന്ന് പറയണം. അതെ കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ ഇവിടെ വേണം, ഇനി ചടങ്ങുകളുണ്ട്, മധുരംവെപ്പ് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അച്ഛമ്മേ അറിയാലോ എനിക്ക് ഓട്ടം ഉണ്ട്, എന്ത് ഓട്ടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതെ നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാം. അവസാനം സച്ചിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, എന്തേലും ആട്ടെ നിർത്തി സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ചന്ദ്രമതിയുടെ കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല നീ എന്ത് നിപ്പാ ചന്ദ്രൻ നിൽക്കുന്നേ, ഇവിടെ അകത്തേക്ക് കയറ്റണ്ടേ, പോയി നിലവിളക്ക് എടുത്തോണ്ട് ഞാൻ പറയണം. ചന്ദ്രമതി അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചേനെ. ഓഹോ, അപ്പൊ നീ ഇതൊക്കെ മറന്നുപോയായിരുന്നു, ഇതൊക്കെ നേരത്തെ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളല്ലേ. പെട്ടെന്ന് രേവതിനെ വിളിക്കണം, രേവതിയും കൂടെ വരാൻ പറയണം, പോയി നിലവിളക്കൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം. രേവതി അകത്തേക്ക് പോയി ഇവള് ചെയ്യേണ്ട കാര്യങ്ങളല്ല അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കുമെന്ന് പറയണം. അങ്ങനെ രേവതി വിളക്കൊക്കെ ഒരുക്കി വെച്ചുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ശ്രുതിനെ അങ്ങോട്ട് വിളിച്ചു. ശ്രുതിയുടെ കയ്യിലേക്ക് നിലവിളക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, വലതുകാല് വെച്ച് കയറാൻ പറയണം. ശ്രുതിക്കാണെങ്കിൽ അപ്പോഴും തന്നെ വേറെയിലും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങോട്ടെങ്ങാനും നവീൻ എങ്ങാണ്ടും വരുവോ, പ്രശ്നമാവോ, എങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ വലതുകാല് വെച്ച് അങ്ങോട്ട് കയറുവാണ്. വലതുകാല് വെച്ച് കയറി കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറഞ്ഞു, അതെ പൂജാമുറിയിലേക്ക് കൊണ്ടേ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയണം രണ്ടുപേരും. അങ്ങനെ ശ്രുതിയും കൂടെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. വിളക്ക് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ശ്രുതിയുടെ ഉള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭഗവാനെ നവീൻ എങ്ങാനും ഇങ്ങോട്ട് വരില്ല, താൻ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക, നല്ലൊരു ജീവിതമായിരിക്കും തനിക്ക് കിട്ടണ്ടേ, അവൻ വന്ന് തൻ്റെ ജീവിതം തകർത്തുടയ്ക്കരുത്, അത് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വന്നതിന് ശേഷം ചന്ദ്രമതി രേവതിയോട്, നീ പോയ പാലും പഴമൊക്കെ എടുത്തോണ്ട് വാ, മധുരം കൊടുക്കണ്ടേന്ന് ചോദിക്കുക. കലാവതി മുത്തശ്ശോട്, നീ ആരോടാ ആജ്ഞാപിക്കുന്നേ, നിനക്ക് പോയി എടുത്താൽ എന്താ കുഴപ്പം, രേവതി തന്നെ എല്ലാം ചെയ്യണം നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. അല്ല കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ പോയി എടുത്തോണ്ട് വന്നാളാന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് പോയി മധുരം വെക്കാനുള്ള പാലും പഴമൊക്കെ എടുത്തോണ്ട് വരിക. അങ്ങനെ രണ്ടുപേർക്കും മധുരം കൊടുക്ക ചടങ്ങുകളൊക്കെ അങ്ങ് നടത്തുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചി ഇരിക്കുന്നുണ്ട്. സച്ചിക്കാണ് ചില സമയത്ത് നല്ല ദേഷ്യവും വരുന്നുണ്ട് ശ്രുതിയുടെ ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ. ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ അങ്ങോട്ട് വലിയ അങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക. ഏതാണ്ട് ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ ആരും കണ്ടിട്ടില്ലാത്ത പോലെ ഏതാണ്ട് ലോകസുന്ദരിയാന്നുള്ള മട്ടിലാണ് ശ്രുതിയെ ചേർത്ത് നിർത്തുന്നത്. പിന്നീട് സച്ചി പറഞ്ഞു, അല്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ അച്ഛമ്മേന്ന് ചോദിക്കാം. എടാ നിനക്ക് എന്താ ധൃതി അച്ഛമ്മേ, ഞാനിവിടെ ഇവന്റെ വായിൽ നോക്കി നിന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ കാര്യങ്ങളെല്ലാം മുടങ്ങും അറിയാലോ, ഞാൻ പോയി ഓടിയാലോ കാർ ഓടിയാലോ ഡ്യൂ കിട്ടാനുള്ള പൈസ ഉണ്ടാവുള്ളൂ, അത് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ, ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം. ശരി എന്നാ ആയിക്കോട്ടെ, നീ പോകാൻ പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നേക്കണം എന്ന് പറയാം. ഞാൻ വന്നേക്കാച്ചാ, ഒരു കുഴപ്പമില്ല, കൃത്യസമയത്ത് തന്നെ വന്നേക്കാന്ന് പറയണം. ഈ സമയത്ത് പുറത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. ആ പോലീസ് ജീപ്പിനകത്തുനിന്ന് 2-3 പോലീസുകാർ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം സച്ചി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരിങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടതും ചന്ദ്രമതി, എന്തേ പോലീസൊക്കെ വരുന്നുണ്ടോ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ പോലും അവർ ഇങ്ങോട്ട് വരുന്നത്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്തിനാ പോലും ഇവർ ഇങ്ങോട്ട് വരുന്നത്, ഇനിയിപ്പോൾ അവർക്ക് വീട് മാറിപ്പോയതാണോ? ചന്ദ്രമതി പറഞ്ഞ്, വീട് മാറിപ്പോകാനുള്ള വഴിയില്ല, നിങ്ങളുടെ മോൻ സച്ചി അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പോലീസ് അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാം. അവനങ്ങനെ കുരുത്തക്കേടൊന്നും ഒപ്പിക്കില്ല, പിന്നെ കണ്ടറിയാം, അവൻ എവിടെ പോയാലും തല്ലും പിടുത്തമല്ലേ ഉള്ളൂ, ഇവിടെ എന്തേലും ചെയ്തിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത് എന്ന് പറയാണ്. നല്ലൊരു ദിവസമായിട്ട് എൻ്റെ ശ്രുതിയുടെ വിവാഹം കാര്യങ്ങളൊക്കെ
മുടക്കാനായിട്ട് വന്നിരിക്കുന്നതാന്ന് തോന്നിയെന്ന് പറയണം. ഒരു നല്ല കാര്യം നടക്കണ സമയത്താണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ സമയത്ത് പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, അല്ല ഇത് സച്ചിയുടെ വീടല്ലേ എന്ന് ചോദിക്കണം. സച്ചി പറഞ്ഞു അതേന്ന് പറയാം. സച്ചി ആരാ? ഞാനാ സാറേ, എന്താ കാര്യം എന്ന് ചോദിക്കണം. പിന്നീട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. ഇത് കണ്ടതും ചന്ദ്രമതി കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളുടെ മന എന്തോ ഒരു പരിപാടി ചെയ്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് അവനെ തേടി പോലീസ് വന്നേന്ന് പറയാം. പിന്നീട് സച്ചിയോട് ചോദിച്ചു, നിങ്ങൾ കാർ ഡ്രൈവർ അല്ലേന്ന് ചോദിക്കാം. അതെ സാറേ, ഞാൻ ഡ്രൈവറാ. അല്ല ഇന്ന് നിങ്ങൾ ഓട്ടം പോയായിരുന്നോ? ഓട്ടം പോയായിരുന്നു പറയാം. അല്ല വണ്ടിയെ കയറിയത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അല്ല അത് പിന്നെ സാറേ കുറെ പേര് കയറിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്ന് പറയണേ. പിന്നീട് പോലീസുകാരൻ തന്റെ ഫോൺ എടുത്ത് അതിൻ്റെ അകത്തുനിന്നൊരു ഫോട്ടോ എടുത്ത് കാണിക്കുക. ഇയാളെ അറിയാമെന്ന് ചോദിക്കും. നോക്കിയപ്പോൾ നവീൻ്റെ ഫോട്ടോ ഏത്. പെട്ടെന്ന് സച്ചി പറയും, അറിയും സാറേ, ഇന്ന് ഇയാൾ എൻ്റെ വണ്ടിയെ കയറിയായിരുന്നു പറയാം. ഈ സമയം ആ ഫോട്ടോ ശ്രുതി കണ്ടു, ശ്രുതി മീരൻ കണ്ടു. ദൈവമേ, ഇത് അവനല്ലേ, നവീനല്ലേ? എല്ലാം പണി പാളിയും തോന്നി. പോലീസുകാർ അവനെക്കുറിച്ച് എന്തോ അന്വേഷിച്ചറിയാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്തോ കാര്യമായിട്ടുണ്ട്. എന്ത് കാര്യമെന്ന് അറിയത്തില്ല, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശ്രുതിനെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവനോട് ചോദിച്ചു, അല്ല നിങ്ങളും അയാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു സച്ചിയോട് ചോദിക്കുക. ഉണ്ടായോന്നോ സാറേ, ഇവൻ വണ്ടിയെ കയറി ഒരു ഫ്രോഡ് തന്നെ ഇവൻ എന്തൊക്കെ വൃത്തികെട്ട വർത്താനാ പറഞ്ഞതെന്നറിയാം. അത് പെണ്ണുങ്ങളെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് അത്ര മോശമായിട്ട് പറഞ്ഞു. കുറേ സമയമൊക്കെ ഞാൻ സഹിച്ചിരുന്നു, കാരണം കസ്റ്റമർ അല്ലേ, എത്ര സമയം സഹിച്ചിരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇവനോട് ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കാമെന്ന് ആദ്യം ഇവനോട് താക്കീത് കൊടുത്തു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇവൻ കൂട്ടാക്കിയില്ല. അവസാനം എനിക്ക് ഇവനെ വഴിയിലിറക്കി വിടേണ്ട വന്നു. വഴിയിലിറക്കി വിടുക മാത്രമല്ല, ഇവനിട്ട് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കേണ്ട വന്ന് പറയാം. എന്താ സാറേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി, നീ ഇവനെക്കുറിച്ചാണോ ഒന്ന് പറഞ്ഞതെന്ന് ചോദിക്കാം. അതെ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് അച്ഛൻ ഫോൺ വിളിച്ചും പറഞ്ഞില്ലായിരുന്നോ ഒരുത്തിനെ പിടിച്ച് രണ്ടെണ്ണം കൊണ്ട് പൊട്ടിച്ചെന്നൊക്കെ, അത് ഇവൻ തന്നെയായിരുന്നു പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇപ്പൊ തന്നെ സച്ചിനെ പോലീസ് കൊണ്ടുപോകും, അയാളെ അടിച്ചേനായി ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമെന്നാ. ഈ സമയം കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ എൻ്റെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അത്ര സ്ത്രീകളെ കുറിച്ച് അത്ര മോശമായിട്ട് പെരുമാറി കഴിഞ്ഞപ്പം ആരാണെങ്കിലും അങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, അതിനിപ്പോൾ വണ്ടിയെ കയറുന്ന ഒരാളോട് സച്ചിക്ക് ഇങ്ങനെ പെരുമാറേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനെ പിടിച്ച് അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് സച്ചി പറഞ്ഞു, അതെ, എനിക്ക് അമ്മയും പെങ്ങളും അവരെ കണ്ട എനിക്ക് തിരിച്ചറിയാം. അവരെക്കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ആരാണെങ്കിലും ഞാൻ പ്രതികരിച്ചു പോകും. സ്ത്രീകളെക്കുറിച്ച് അത് ഇത്ര വൃത്തിയായിട്ട ഭാഷയിൽ അവൻ പറഞ്ഞു, അതുകൊണ്ട് സാറേ ഞാൻ പ്രതികരിച്ചേ, അത്രയെങ്കിലും അവനിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പറയാം. കലാവതി മുത്തശ്ശി പറഞ്ഞു, അല്ല അതിന്റെ പേരിലാണോ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാറ് വന്നിരിക്കുന്നു പറയണേ. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ? ആരറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്? ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും വന്നതല്ല. അല്ല പിന്നെ സാർ എന്തിനാ വന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അല്ല ഇവനൊരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ അവനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വന്നാന്ന് പറയുവാണ്. ആക്സിഡന്റോ? അതെന്താ സാറേ, അതെന്താന്ന് മനസ്സിലായില്ലല്ലോ. അതെ, നിങ്ങൾ അവനെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവന് നിങ്ങളുടെ അടുത്തുനിന്ന് അങ്ങോട്ട് ഓടിപ്പോയായിരുന്നു. ആ സമയത്ത് അവന് റോഡ് ക്രോസ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എതിരെ വന്ന വണ്ടി അവനെ ഒന്ന് തട്ടിയായിരുന്നു പറയാം. അവനങ്ങനെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കും മീരയ്ക്കും ഒരു സമാധാനം, ഇത് ഭാഗ്യം, അതുകൊണ്ടാണ് നവീൻ ഇങ്ങോട്ട് വരാത്തെ. അല്ല സച്ചിയോട് ചോദിച്ചു, ഇവനെ മുമ്പ് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. സച്ചി പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല സാറേ, ആദ്യമായിട്ടാണ് എൻ്റെ വണ്ടി വിളിക്കുന്നത്. അപ്പം ടാക്സി ഓടുന്ന വണ്ടിയല്ലേ, ഒരാൾ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകുമല്ലോ, അങ്ങനെ ഞാൻ ഇവൻ വിളിച്ചു കഴിയുമ്പോൾ ചെന്നാന്ന് പറയാം. പക്ഷെ ഇവൻ ഇത്ര ഫ്രോഡാന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇവനെ കാറ് കയറ്റില്ലായിരുന്നു സാറേ. അല്ല നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ അറിയാമോ? ഏതോ പെൺകുട്ടിയെ കുറിച്ചാന്ന് പറഞ്ഞല്ലോ, അവരാരാ എന്താന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുക. സച്ചി ഇങ്ങനെ ആലോചിച്ചു. അത് പിന്നെ സാറേ, എനിക്കത്ര ഓർമ്മയില്ല, അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഏതോ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കാനായിട്ടോ അങ്ങനെ എന്തൊക്കെയാ അവൻ പോയത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അവൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പറയാം. ഓക്കെ ശരിയെന്നാ. അതെ, ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിവരങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വന്നേക്കണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണേ. ഈ സമയം ഒരു പോലീസുകാരൻ കയറി വന്നിട്ട് പറഞ്ഞു, സാറേ അവൻ്റെ തകർന്ന ഫോണിനകത്തെ ആ സിമ്മ് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് അവസാനം വിളിച്ച നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് ഒന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ ഇവൻ ആരാ എന്താന്നൊക്കെ അറിയായിരിക്കും എന്ന് പറയാം. അത് ശരിയാണല്ലോ, ഒരു കാര്യം ചെയ്യേ, താൻ അങ്ങോട്ട് വിളിക്കാൻ പറയണം. ഇതാ പറഞ്ഞിട്ട് ശരിയെന്നാ എന്ന് പറഞ്ഞാൽ പോലീസുകാർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് ശ്രുതിക്കും മീരയ്ക്കും ഒരു സമാധാനം വീണ്. പക്ഷെ ആ പോലീസുകാരൻ ആ നമ്പറിലേക്ക് അങ്ങ് ഡയൽ ചെയ്തു. നമ്പർ ഡയൽ ചെയ്തപ്പോൾ കൃത്യം വരുന്ന കോള് ശ്രുതിയുടെ ഫോണിലേക്കാണ്. ശ്രുതി പെട്ടെന്ന് പോയി കോൾ അറ്റൻഡ് ചെയ്യുക. കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും നവീൻ്റെ ഫോണിനകത്ത് ആ കോളായിരുന്നു വന്നത്. ഈ സമയം പോലീസുകാരൻ ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ ശ്രുതിയുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. അവർ തിരികെ കയറി വന്നു. ഒരു നിമിഷം എല്ലാവരും കൂടെ അന്തം വിട്ടുപോയി. അല്ല ഇപ്പം ഞങ്ങൾ അയാളെ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഫോണാണല്ലോ ബെല്ലടിച്ചെന്ന് ചോദിക്കുക. ശ്രുതി നിന്ന് വിയർക്കാൻ തുടങ്ങി. ശ്രുതിക്ക് വല്ലാത്തൊരു വീർപ്പൂട്ടലായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സച്ചി പറഞ്ഞ് ശരിയാണ്,
അപ്പൊ സച്ചിയോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ ഫോണാണല്ലോ അടിച്ചിരിക്കുന്നത്, അപ്പം നിങ്ങളും അയാളുമായിട്ട് വേറെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. എന്റെ പൊന്ന് സാറേ ഇല്ല, ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്ന, പിന്നെ ഇവരുടെ ഫോൺ അടിച്ച എന്താന്ന് എനിക്കറിയത്തില്ല, സാറ് തന്നെ ചോദിച്ചു നോക്കാൻ പറയാണ്. നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. നവീന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, ഇയാളെ അറിയാവുന്ന ചോദിക്കുക. ഇല്ല സാറേ എനിക്ക് അറിയില്ല എന്ന് പറയാ. ശ്രുതി കള്ളം പറഞ്ഞു. അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നൂറ് ചോദ്യങ്ങളൊക്കെ വരും. അല്ല അയാള് നിങ്ങളുടെ ഫോണിലേക്കാണല്ലോ അവസാനം കോള് വിളിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടി. ശ്രുതി പറഞ്ഞു, സാറേ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുക, ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നെൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് കട തുറക്കത്തില്ല, ഇന്ന് ക്ലോസ്ഡാ, അപ്പം നാളെ വരാൻ പറഞ്ഞു. ഈ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചല്ല, ഏട്ടത്തി നടത്തുന്ന ലേഡീസ് ബ്യൂട്ടി പാർലറല്ലേ, അയാൾ പിന്നെ എന്തിനാ ഏട്ടത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ച ചോദിക്കണേ നിൽക്കോ? അത് അയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കൂടെ വരാനെങ്ങാണ്ടായിരുന്നു. ഞാൻ ഒരു തവണ പറഞ്ഞു കോള് കട്ട് ചെയ്തു, പക്ഷെ വീണ്ടും ഇവിടെ അയാൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ കോൾ അറ്റൻഡ് ചെയ്തേ ഇല്ലെന്ന് പറയാം. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചി ചോദിച്ചു, അല്ല എനിക്കൊരു സംശയം, അയാൾക്ക് എങ്ങനെ നിങ്ങളുടെ നമ്പർ കിട്ടിയത്? കാരണം നമ്പർ കിട്ടിയാൽ മാത്രമല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഈ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞാലേ കൂടുതൽ വിസ്താരമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വാ മോൾ ആകെപ്പാട് ക്ഷീണിച്ച് നിൽക്കുവാന്ന് പറയുക. ഈ സമയം ശ്രുതി പറഞ്ഞു, അതെ ഇവിടെ വാഷ്റൂം എവിടെ, എനിക്കൊന്ന് പോകാനെന്ന് പറയണം. വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയം മീരയും കൂടെ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതിയാണെങ്കിൽ അങ്ങോട്ട് കയറിയിട്ട് കഥ കടിച്ചിട്ട് പൊട്ടിക്കരയാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മീര കഥ തള്ളി തുറന്ന് അങ്ങോട്ട് കയറി വന്നു. എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെ കരയണേ? ഇത് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, ഇപ്പം തന്നെ കണ്ടില്ലേ ആകെപ്പാടെ പ്രശ്നമായി. ഇനിയിപ്പോൾ പോലീസുകാരൻ ഇനിയിപ്പം അയാളെ എന്തായാലും അയാളെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടിയോണ്ട് ഒരു പക്ഷേ എന്നെ അന്വേഷിച്ച് വീണ്ടും വരും. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ധൈര്യമായിട്ടിരിക്കുക, ഉടനെ എങ്ങും അയാൾ വരാൻ പോകുന്നില്ല. ആക്സിഡന്റ് ആയിട്ട് ബോധമില്ലാതെ അയാൾ കിടക്കുമല്ലേ, അയാൾക്ക് ഇപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞതിന് കുറച്ച് ദിവസമെങ്കിലും പിടിക്കും അയാൾക്ക് നേരാമണമൊന്നും നടക്കണമെങ്കിൽ. സമയമുണ്ടല്ലോ, നമുക്ക് അപ്പോഴും ആലോചിക്കാന്ന് പറയാം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. നമ്മൾ ചെയ്ത തെറ്റാണോ? സുധിയോടൊരു കാര്യം ചെയ്താലോ? ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? ഫസ്റ്റ് ഇപ്പം ചെന്ന് നീ സുധിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയിട്ടുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ആകെപ്പാടെ പ്രശ്നമോ. ഇപ്പോഴാണെങ്കിൽ ആരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അയാൾ ഇനി ഏറ്റു വന്നാലും നീ ഇത് തന്നെ പറഞ്ഞാൽ മതി, അയാൾ ശല്യം ചെയ്യാൻ വന്ന് പറഞ്ഞാൽ മതി, വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയണ്ട. പറഞ്ഞ കേട്ടല്ലോ. പിന്നെ ഇങ്ങനെ കരഞ്ഞ മുഖമായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും. നീ മുഖമൊക്കെ തുടയ്ക്കുക, പിന്നീടുള്ള കാര്യം പിന്നീടല്ലേ, ധൈര്യമായിട്ട് ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ ശ്രുതിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇന്ന് കണ്ടല്ലോ, സോറി, നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.